ശിശുക്ഷേമ സമിതിയിലെ കുട്ടികൾക്കൊപ്പം കഥ പറഞ്ഞും നൃത്തം ചെയ്തും ആർ.എൽ.വി. രാമകൃഷ്ണൻ കിളിക്കൂട്ടം സമ്മർ ക്യാമ്പിന്റെ ഭാഗമായാണ് ആർ.എൽ.വി. രാമകൃഷ്ണൻ ശിശുക്ഷേമ സമിതി ആസ്ഥാനത്തെത്തിയത്. കഥ പറഞ്ഞും പാട്ടുപാടിയും നൃത്തം ചെയ്തും കുട്ടികളും രാമകൃഷ്ണനും കുട്ടികൾക്കൊപ്പം ചേർന്നു. കൊട്ടും പാട്ടുമായി അവധി ദിനം ആഘോഷിക്കുന്ന കുരുന്നുകൾക്കിടയിലാണ് ആർ.എൽ.വി. രാമകൃഷ്ണൻ അതിഥിയായി എത്തിയത്. പാട്ടുകളുടെ അകമ്പടിയോടെ രാമകൃഷ്ണനെ കുട്ടികൾ വരവേറ്റു. കലാഭവൻ മണിയുടെ അനുജനായ രാമകൃഷ്ണനോട് നിരവധി ചോദ്യങ്ങളാണ് കുരുന്നുകൾക്ക് ആരായാനുണ്ടായത്. ആർ.എൽ.വി. രാമകൃഷ്ണനോടും ചോദ്യങ്ങളേറെ, വിവാദങ്ങളും ചോദ്യങ്ങളായി. സാർ, ഒരുപാട് വിവാദങ്ങൾ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെയൊക്കെ പ്രതികരിക്കാനും ഒക്കെയുള്ള പ്രചോദനം ആരായിരുന്നു? അതെന്താണ്? തീർച്ചയായിട്ടും പ്രചോദനം നിങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന മണിച്ചേട്ടൻ തന്നെയാണ്. കാരണം മണിച്ചേട്ടൻ ഒരുപാട് ഇതുപോലെയുള്ള കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോയൊരു വ്യക്തിയാണ്. സിനിമാ മേഖലയിലും മിമിക്രി കലാരംഗത്തൊക്കെ മണിച്ചേട്ടൻ ഒരുപാട് ഇതുപോലുള്ള വിവേചനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും മണിച്ചേട്ടൻ്റെ കുടുംബത്തിലെ ഒരു അംഗം എന്നുള്ള രീതിയിൽ നമ്മളിതൊക്കെ കണ്ട് മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ ആ ഒരു പ്രചോദനം തന്നെയാണ് വീണ്ടും നമ്മളെ ഈ കലാരംഗത്ത് പിടിച്ചത്. കാരണം ഇപ്പോൾ മോഹിനിയാട്ടത്തിൽ ഡോക്ടർ എന്നൊരു പദവി കിട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് മുഴുവനും കലാഭവൻ മണിച്ചേട്ടനാണ്. എന്ത് പ്രതിസന്ധി വന്നാലും മുന്നോട്ടു പോകുമെന്നും ആൺവേഷത്തിൽ തന്നെ മോഹിനിയാട്ടം അവതരിപ്പിക്കുമെന്നും കലയുടെ പരിപൂർണതയാണ് അതിന്റെ സൗന്ദര്യമെന്നും ആർ.എൽ.വി. രാമകൃഷ്ണൻ പറഞ്ഞു. മോഹിനിയാട്ടം എന്ന ഈ കേരളീയ നൃത്തരൂപത്തെ മോഹിനിമാരുടെ ആട്ടമായി, അല്ലെങ്കിൽ മോഹിനിമാർ മാത്രം ആടിയാലാണ് മോഹിനിയാട്ടം ആടുക എന്നുള്ള ആ പഴയ കുപ്പിയിലെ വീഞ്ഞ് ഇപ്പോഴും ചിലരുടെ ഉള്ളിൽ കിടന്ന് തിളയ്ക്കുന്നു എന്നുള്ളതാണ് മോഹിനിയാട്ടത്തിൻ്റെ ഇപ്പോഴത്തെയും അധപതനങ്ങളുടെ കാരണങ്ങളായി നിലകൊള്ളുന്നത്. ഒരു സ്ത്രീയുടെ ശരീരത്തിലേക്കല്ല നോക്കേണ്ടത്, അവൾ ചെയ്യുന്ന കലാരൂപത്തെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്, അതിനെയാണ് നമ്മൾ കണ്ട് ആസ്വദിക്കേണ്ടത്, ആ കലയുടെ സാങ്കേതികമായ മികവിനെയാണ് കാണേണ്ടത്, ആസ്വദിക്കേണ്ടത് എന്നുള്ള മഹാകവി വള്ളത്തോളിൻ്റെ ആ ദർശനം ഇന്നും വിദ്യാസമ്പന്നരായ നമ്മുടെ സമൂഹത്തിലെ ചില ആളുകൾ അതിനെ വക്രീകരിച്ച് കാണുന്നത് വളരെ കഷ്ടം തന്നെ തോന്നുന്ന കാര്യമാണ്. കുരുന്നുകൾക്ക് മുന്നിൽ മോഹിനിയാട്ടം അവതരിപ്പിക്കാനും ആർ.എൽ.വി. രാമകൃഷ്ണൻ മറന്നില്ല. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.